അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെറൈറ്റി വിന്താലു ആണ്, പോർക്ക് വിന്താലു. എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ പാൻ എടുത്ത് കുരുമുളകും ജീരകവും നന്നായിട്ട്, പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടി നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമ്മളിത് ഒരു ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അത് നമ്മൾ മിക്സിയിലെടുത്ത് ജാറിലേക്കിട്ട് കുറച്ച് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരഞ്ഞ് നമ്മൾ ഏകദേശം ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്നും കൂടി അടിച്ചെടുക്കുക. ഏകദേശം ഒരു ഈ പരുവാകുന്നവരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോർക്ക് നന്നായിട്ട് അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മീറ്റിൽ മസാല പിടിക്കാൻ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അത്. എന്നിട്ട് ആ സമയത്ത് നമ്മൾ സവാള, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി നമ്മൾ അരിഞ്ഞ് ഒരു ചട്ടി എടുത്ത് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്യുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒരു സെറ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ സവാളയൊന്ന് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക്. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പോർക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പോർക്ക് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കിയെടുക്കുക. നന്നായിട്ട് നമ്മുടെ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വയ്ക്കുകയാണത്. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് അടച്ച് വയ്ക്കി വേവിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പോർക്കൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. ഒരു വട്ടം കൂടി നമ്മൾ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് വിന്താലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെറൈറ്റി പോർക്ക് വിന്താലുമാണ്.